യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദവചന ചിന്തകളിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വളരെ ദിവസങ്ങളായിട്ട് ദൈവരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് കേവലം നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ മാത്രമല്ല, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ മാത്രമല്ല, മറിച്ച് യേശു കടന്നു വന്നത് തന്നിൽ വിശ്വസിക്കുന്നവരായ ആളുകളെ ദൈവരാജ്യത്തിൽ ആക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അവനെ വിശ്വസിച്ച്, യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അങ്ങനെ നമ്മൾ അവൻ്റെ മക്കളായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അവൻ്റെ ഭവനത്തിലേക്ക്, അവങ്കിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എന്നാൽ നമുക്ക് സാക്ഷാൽ ആ സ്വർഗീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇപ്പോൾ സാധ്യമല്ല എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും കർത്താവിലേക്ക് വരണം എന്നുള്ളതാണ്. ദൈവം നമ്മളെല്ലാം ഏൽപ്പിക്കുന്നതായ വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ, അതേ നമ്മെ പോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ആളുകളെ നമ്മെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് അവരെ തേടുന്നു, കർത്താവ് അവരെ നേടുന്നു. അതിലേക്കാണ് യേശു നമ്മെ വിളിക്കുന്നത്. പക്ഷെ നമ്മെ കർത്താവ് തന്നിലേക്ക് വിളിച്ച് ആക്കിയിട്ട് നമ്മെ ഒരു ആത്മീക ദൈവരാജ്യത്തിൽ യേശു ഈ ഭൂമിയിലാക്കുകയാണ്. യേശു ക്രിസ്തു തന്നെ പറഞ്ഞില്ലേ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ആത്മീയ ദൈവരാജ്യത്തിൽ യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കണമെന്ന് കർത്താവ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ തുടങ്ങിയതായ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായമാണ്. ആ 25-ാം അധ്യായത്തിന്റെ ഒരു ആമുഖം ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, യേശുക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ ഈ ആത്മീയ ദൈവരാജ്യത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ പ്രതീക്ഷയും പ്രത്യാശയും കർത്താവ് യേശുക്രിസ്തു, അതേ നമ്മുടെ മണവാളനായ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുമ്പോൾ യേശു പറഞ്ഞതായ ഒരു വലിയ പ്രോമിസ് ഉണ്ട്. ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. ദൂതന്മാർ ഈ ഒരു കാര്യം വളരെ പരസ്യമായി പ്രഖ്യാപിച്ചു. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിൽ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തു പോയതുപോലെ തന്നെ വീണ്ടും വരും എന്നുള്ള ഒരു വലിയ പ്രത്യാശ. പക്ഷെ യേശുക്രിസ്തു എന്തിനായി വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്. അത് വിശദീകരിക്കുവാനാണ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഈ 10 കന്യകമാരുടെ ഉപമ യേശു സംസാരിക്കുന്നത്. നമ്മൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, ഈ ആത്മീയ ദൈവരാജ്യത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ചില വർഷങ്ങൾ മാത്രമായിരിക്കും. വളരെ ചുരുങ്ങിയ കാലം മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും സാക്ഷാൽ ദൈവരാജ്യം, അതെ യേശുക്രിസ്തുവിനോടൊപ്പം തന്റെ ഭവനത്തിൽ, സ്വർഗത്തിൽ നമ്മൾ എന്നേക്കുമായിരിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയും ഉറപ്പും വിശുദ്ധ വേദപുസ്തകവും നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ആത്മീയ ദൈവരാജ്യത്തിൽ നിന്നും സാക്ഷാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ സ്വർഗത്തിനൊത്തവണ്ണം, ആ സ്വർഗീയ ഭവനത്തിനൊത്തവണ്ണം വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കണമെന്നും വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഇനി ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്ന വാക്യങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മൾ 25-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ച് ഒരു ആമുഖം ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. പക്ഷെ അതിന്റെ ചില അർത്ഥങ്ങളിലേക്ക് നമ്മൾ ഇന്ന് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗരാജ്യം മണവാളൻ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകും. അപ്പോൾ സ്വർഗരാജ്യം എന്തിനോട് സദൃശ്യമാകുന്നു? പല വിഷയങ്ങളിലും ദൈവരാജ്യം എങ്ങനെ സദൃശ്യമാകുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സ്വർഗരാജ്യം 10 കന്യകമാരോട് സദൃശ്യം എന്തിന്? സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മണവാളൻ എന്നുള്ള ഒരു വിഷയം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആരാണ് ഇവിടെ ഈ മണവാളൻ?
വിശുദ്ധ വേദവസ്തുടനീളം, പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തെ മണവാളൻ എന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലൊരു വാക്യം ഞാൻ നിങ്ങളത് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 54 അധ്യായം അതിന്റെ 5 വാക്യം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഓക്കണേ, നിന്റെ സൃഷ്ടാവാകുന്നു. വളരെ വ്യക്തമായി കർത്താവ് ഇസ്രായേലിനോട് സംസാരിക്കുമ്പോൾ നിന്റെ സൃഷ്ടാവായ യഹോവയായ ദൈവമാകുന്നു നിന്റെ ഭർത്താവ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം തന്നെ വിശേഷിപ്പിക്കുന്നു ഞാൻ നിന്റെ മണവാളനാണ് എന്നുള്ളത്. പഴയ നിയമ പുസ്തകത്തിൽ ധാരാളം വാക്യങ്ങൾ അത് സംബന്ധിച്ച് വായിക്കാനുണ്ട്. ഞാൻ സമയം ചുരുക്കാൻ വേണ്ടി മനഃപൂർവ്വമായി മറ്റു വാക്യങ്ങൾ വായിക്കുന്നില്ല. നിങ്ങൾക്ക് ആ വാക്യങ്ങൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞ ഒരു വാക്യം കൂടെ ഞാൻ ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9 അധ്യായം അതിന്റെ 15 വാക്യം. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. നോക്കുക, ഇവിടെ യേശുക്രിസ്തു തന്നെ താനാണ് മണവാളൻ എന്ന് പറയുന്നു. ഇനി 25 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശുക്രിസ്തു ഈ ഉപമ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമുണ്ട്. ഈ ഒരു വിഷയം യേശുക്രിസ്തു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അന്ന് യഹൂദ സമൂഹത്തിൽ നടന്നിരുന്നതായ വിവാഹം, അതിനെ സാദൃശ്യപ്പെടുത്തി ഈ വലിയൊരു ആത്മീയ സത്യം യേശു പറയുക. പലപ്പോഴും നമുക്കറിയാം, യേശുക്രിസ്തു ഇങ്ങനെയുള്ള ആത്മീയ സത്യങ്ങളെല്ലാം ഉപമകളിലൂടെയായിരുന്നു സംസാരിച്ചിരുന്നത്. കാരണം ഉപമ പറയുമ്പോൾ ഈ ആളുകൾക്ക് കൂടുതൽ ഹൃദ്യമായി മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഈ ആത്മീകമായ ആശയങ്ങളുടെ പൂർണ്ണതോതിലുള്ള അറിവ് അവർക്ക് പ്രാപിക്കാനും കഴിയുമായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു ഇവിടെ എടുത്തിരിക്കുന്നത് യഹൂദ വിവാഹ രീതിയെ അവലംബിച്ചുകൊണ്ടാണ്. എന്താണ് യഹൂദ വിവാഹത്തിന്റെ രീതി നമ്മളോട് സംസാരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ, ഒരു വിവാഹത്തിന് മുമ്പായി നടക്കുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വിവാഹത്തിന്റെ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ്. അവിടെ ഈ വധുവിന്റെയും വരന്റെയും മാതാപിതാക്കൾ ഒന്നിച്ചുകൂടി വരികയും അവർ തങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യാദികൾ ആലോചിക്കുകയും മുന്നോട്ട് പോകാനുള്ളതായ ഒരു അനുമതി അവർ പരസ്പരം കൈമാറുകയും ചെയ്യും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ബെട്രോത്തലാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ മാതാപിതാക്കൾ ബെട്രോത്തൽ കഴിഞ്ഞവരായിരുന്നു, അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞവരായിരുന്നു. ഈ വിവാഹ നിശ്ചയത്തിൽ വീണ്ടും ഈ മാതാപിതാക്കളും അതേപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളുമായ ആളുകൾ കൂടി വന്നിട്ട് അവർ ഈ വിവാഹത്തിന്റെ കാര്യങ്ങളിലുള്ള പരസ്പരമുള്ള വാഗ്ദാനങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് ചിന്തിക്കുകയും അത് തീരുമാനമാക്കുകയും ചെയ്യും. മൂന്നാമത്തതാണ് വിവാഹം എന്ന് പറയുന്നത്. പക്ഷേ ഈ വിവാഹത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാഹം എന്നു നടക്കും എന്നുള്ളത് മണവാളനും അതേപോലെ തന്നെ മണവാളന്റെ വീട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മണവാട്ടി ഈ ബെട്രോത്തിൽ കഴിഞ്ഞ സമയം മുതൽ അവൾ ഒരുക്കപ്പെട്ടവളായിരിക്കും. അവൾ ഏതു സമയവും തൻ്റെ മണവാളൻ തന്നെ ചേർക്കാൻ കടന്നു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയായിരിക്കും ആയിരിക്കുന്നത്. ഏതാണ്ട് 1 വർഷത്തോളമാണ് ഇതിനുവേണ്ടി എടുക്കുക എന്നുള്ളത് ഒരു പൊതു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ഈ 1 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും മണവാളൻ വരാം. അതുകൊണ്ട് ഈ മണവാട്ടി എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിയൊരു സംബന്ധിച്ച് യാതൊരു ഡേറ്റും നമുക്കറിയില്ല. യേശുക്രിസ്തുവിനോട് തന്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, അത് പിതാവിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്, അത് പുത്രന് പോലും അറിയില്ല എന്നുള്ള ആശയം പറഞ്ഞ് യേശു അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മണവാളൻ ഏതു സമയം വരുമെന്നുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ട് മണവാട്ടി അവർ ഒരുക്കപ്പെട്ടവളായിരിക്കണമെന്നുള്ള വസ്തുതയാണ്. പക്ഷെ ആരാണ് ഇവിടെ മണവാട്ടി എന്ന് പറയുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം വാക്യങ്ങൾ അത് സംബന്ധിച്ച് വായിക്കാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ കൈക്കൊള്ളുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്നവരായ ആളുകളാണ് അവന്റെ മണവാട്ടി എന്ന് പറയുന്നത്. അതെ, നമ്മൾ ഈ യഹൂദ വിവാഹത്തിന്റെ 3 ഘട്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണല്ലോ. ആ എൻഗേജ്മെന്റ് എന്താ സംഭവിക്കുന്നത്? മണവാളനും മണവാട്ടിയും അവരുടെ വീട്ടുകാരും കൂടെ തമ്മിൽ ഒരു തീരുമാനത്തിലേക്ക് അവർ കടന്നു വരുന്നു എന്ന് പറയുന്ന പോലെ കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുന്നവരായ ഏതൊരു വ്യക്തിയും ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞവരാണ്.
അടുത്തത് ബെട്രോത്തലാണ്. ആ ബെട്രോത്തലിൽ പരസ്പരമുള്ള സമ്മതങ്ങൾ അവർ കൈമാറുകയും പരസ്പരമുള്ള വാഗ്ദാനങ്ങൾ അവർ നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവനോട് സ്നാനത്തിലൂടെ ചേരുന്നതായ അവസ്ഥയാണ് നമ്മുടെ ബെട്രോത്തൽ എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ ക്രിസ്തുവിനോടുകൂടെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാസ്തവത്തിൽ നാം കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നത് ആ വിവാഹ നിശ്ചയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ആ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ആ മണവാട്ടിയുടെ പ്രതീക്ഷ, പ്രത്യാശ, അവളുടെ ചിന്തകൾ മുഴുവനും അവളുടെ മണവാളനായ ആ പുരുഷനെ കുറിച്ചായിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും അപ്രകാരമായി മാറണം. പക്ഷെ ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ എൻഗേജ്മെന്റോ ബെട്രോത്തലോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയോ അവരുടെ കൽപ്പനകളെ അനുസരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ അത് ചെയ്യണമെന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇനിയും അത് കഴിഞ്ഞവരായ ആളുകൾ, അത് മണവാളന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഇതിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് മണവാളനായ യേശുക്രിസ്തുവിന്റെ വരവാണ്. പക്ഷെ ഇത് നമുക്കറിയാം, വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഈ ലോകവും അതേപോലെ തന്നെ ക്രൈസ്തവ സഭയും കടന്നു പോകുന്നത്. പലരും കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അപ്രകാരമുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ വാസ്തവത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിന്റെ കൽപ്പനകളെ അനുസരിപ്പാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയോടുകൂടെ, പ്രത്യാശയോടുകൂടെ അല്പകാലത്തെ ഈ ഭൂമിയിലെ ആത്മീയ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾക്ക് ശേഷം ആ യഥാർത്ഥ ദൈവരാജ്യത്തിന്റെ അനുഭവം, അതേ ദൈവത്തിന്റെ ഭവനത്തിൽ എന്നേക്കുമായി കോടാനുകോടി യുഗം, അനന്തമില്ലാത്തതായ ആണ്ടുകൾ നമുക്ക് അവനോടുകൂടെ ആയിരിക്കാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ആരെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, സ്വീകരിച്ചവരായ ആളുകൾ അവൻ്റെ കൽപ്പനകളെ പാലിച്ചിട്ടില്ലെങ്കിൽ, കർത്താവെ, അവർക്ക് അപ്രകാരമാകുവാൻ തക്കോണം ഈ വചന കേൾവിയിലൂടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.